പുണ്യവാൻ വഴി വലിയ അനുഗ്രഹങ്ങൾ നീ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രതിസന്ധികളിൽ പരിഹാരം നൽകുവാൻ അവിടുത്തെ വലിയ ശക്തി പ്രകടമാകട്ടെ. വിഷമതകളിൽ, സങ്കടങ്ങളിൽ, രോഗങ്ങളിൽ സൗഖ്യമായി, ആശ്വാസമായി പുണ്യവാനുണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിച്ചു തരണമേ എന്ന് സകല വരപ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവീശ്വരന്റെയും തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും നാമത്തിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനോസരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എൻ്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ ഫലമേൽപ്പിക്കുന്നു. അങ്ങേ പ്രാതാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവ്വം പ്രകീർത്തിക്കും. എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളുന്ന വിശുദ്ധ അന്തോണീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ശക്തികൾ വിട്ടുമാറി പോകട്ടെ. പൈശാചിക ശക്തികളുടെ ബന്ധനങ്ങളും നാരകീയ ശക്തികളുടെ കോട്ടകളും തകർന്നു പോകട്ടെ. നിങ്ങളുടെ ഭവനങ്ങളുടെ നാലാതിരുകളും വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാക്കപ്പെടട്ടെ. ബിസിനസ് മേഖലകളെയും വ്യാപാര സ്ഥാപനങ്ങളെയും തൊഴിൽ മേഖലകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മത്സ്യബന്ധനത്തിൽ പോകുന്ന തൊഴിലാളികൾക്ക് സമൃദ്ധമായ മത്സ്യം ലഭിക്കട്ടെ. ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ നിയമങ്ങളിൽ തമ്പുരാന്റെ കരുണ ചൊരിയുമാറാകട്ടെ. സർവശക്തനായ ദൈവം തന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ നിങ്ങളെ എല്ലാവരെയും അന്തോണീസ് പുണ്യവാന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുമാറാകട്ടെ. വിശുദ്ധ അന്തോണീസിന്റെ ശക്തമായ മാധ്യസ്ഥതയിലാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ കടന്നുവന്ന് പ്രാർത്ഥിച്ച നമുക്ക് നമ്മുടെ കുടുംബത്തിനും അനേകായിരങ്ങൾക്ക് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും നമുക്ക് സമർപ്പിക്കും. ഈ മഹാജൂബിലിയുടെ ഈ തിരുനാളിൽ പങ്കുചേരുമ്പോൾ വരുന്നൊരു വർഷക്കാലം കർത്താവെ ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും അനുഗ്രഹിക്കുമാറും, ഞങ്ങളുടെ ദേശങ്ങളെ അനുഗ്രഹിക്കുമാറും, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുമാറും വലിയ അഭിഷേകവും സൗഖ്യവും ശക്തിയും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. വിശുദ്ധന്റെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് നേരം. പ്രിയപ്പെട്ടവരെ, ഇത് കൃതജ്ഞതയുടെ നന്ദി അർപ്പണത്തിന്റെ നിമിഷമാണ്, അഭിഷേകത്തിന്റെ നിമിഷമാണ്. ശക്തമായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മളിലേക്ക് കടന്നു വരും.
വെളിപാടിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം. സ്വർഗീയ ദർശനത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, കിഴക്കിന്റെ പാതുക ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസ് പുണ്യവാളന്റെ സൗഖ്യമാണ്. ചെറിയ കുഞ്ഞുങ്ങളുമായി മുതിർന്ന ആളുകള്, ഭിന്നശേഷിക്കാര്, പ്രായം ചെന്ന സ്ത്രീകൾ, അമ്മമാര്, അങ്ങനെ ഒത്തിരി പേര് ഇപ്പോൾ ക്യൂ നിൽക്കുന്നുണ്ട്.